പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ അറിയണം. ചിലർക്ക് ഇതിനെ നേരിടാനുള്ള ശക്തിയില്ല, അത് സത്യമാണ്. അപ്പോൾ ചെയ്യാൻ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഒന്ന്, സേ നോ, അന്നേരം തന്നെ നോ പറയണം. ഈ വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. രണ്ട്, ചിലർക്ക് അതിനുള്ള ബലമില്ലാതെ പോയാൽ ബൈബിൾ പറയുകയാണ് ഓടിക്കോണം. ഞാൻ ചോദിച്ചോട്ടെ, അതായത് ആരെയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്? പിശാചിനെയാണോ ജഡിക പാപത്തെയാണോ? മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. അതുകൊണ്ട് ഫ്ലീ ഫ്രം ഇമ്മൊറാലിറ്റി എന്നാണ് പറയുക. ഫ്ലീ ഫ്രം ഇമ്മൊറാലിറ്റി, ഓടുക. കാരണം ഇത് ഈസിയാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ എത്ര കണ്ടിരിക്കുന്നു, ഇങ്ങനെ അയഞ്ഞു പോയാൽ വീണുപോകും. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ് ഓടിക്കോണം. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളുവൻ. എന്നാൽ പിശാചിൻ്റെ കാര്യത്തിൽ ബൈബിൾ പറഞ്ഞത് എന്താണെന്നറിയോ? പിശാചിനെ നിങ്ങൾ ചെറുത്തു നിന്നാൽ മതി, അവൻ ഓടിക്കോളും. അപ്പോൾ ആർക്കാണ് കഴിവുള്ളത്? പിശാചിനാണ് കഴിവില്ലാത്തത്. ഈ ജഡിക പാപത്തിന് ഭയങ്കര ശക്തിയാണ്. പിശാചിനെ നിങ്ങൾ ചെറുത്തു നിന്നാൽ മതി. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം, ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും.